നോൺ ഡി സി ആർ പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള രീതിയിൽ ഇത്തരത്തിൽ 5.3 കിലോവാട്ട് സിസ്റ്റംസ് ഒക്കെ 2.30 മുതൽ അതായത് 2,30,000 രൂപ മുതലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. KSEBിയുടെ പുതിയ റെഗുലേഷൻസ് ഒക്കെ പ്രകാരം ഓൺ ഗ്രിഡ് സിസ്റ്റം 5 കിലോവാട്ടിന് മുകളിലുള്ള സിസ്റ്റംസിനൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും അത് തീരുമാനമൊന്നും ആയിട്ടില്ല. നിലവിൽ അതിന്റെ കണക്കെടുപ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്നു, തെളിവെടുപ്പൊക്കെ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അത് വെയിറ്റ് ചെയ്തിരുന്ന് തന്നെ കാണാം. ഇപ്പോൾ വീടുകളെ സംബന്ധിച്ച് ഒരു 5 കിലോവാട്ട് വരെയുള്ള സിസ്റ്റംസ് ചെയ്യുന്നതിന് വലിയ പ്രയാസം ഉണ്ടാകാൻ വഴിയില്ല. ഹലോ ഫ്രണ്ട്സ്, JK സോളാർ സൊല്യൂഷൻസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിബിൻ. ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റമാണ് പരിചയപ്പെടുന്നത്. ഇവിടെ നോൺ സബ്സിഡി സ്കീമിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു 5.3 കിലോവാട്ട് ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റമാണ്. എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് 590 വാട്ട്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഗ്ലാസ് ടു ഗ്ലാസ് വരുന്ന ടോപ്പ് കോൺ ബൈഫേഷ്യൽ പാനൽസ് 9 ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം 5300 സംതിങ് വാട്ട്സ് കണക്റ്റഡ് കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 20 യൂണിറ്റ് മുതൽ 30 യൂണിറ്റ് വരെയൊക്കെ നമ്മൾ വെച്ച പല സ്ഥലങ്ങളിലും പ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5000 മുതൽ 10,000 വരെ ബില്ല് വരുന്നവരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് വളരെ ആപ്റ്റായിരിക്കും. അപ്പോൾ JK സോളാർ സൊല്യൂഷൻസ് എന്നുള്ള ചാനൽ നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നുണ്ട്, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സോളാറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ചാനൽ സജസ്റ്റ് ചെയ്തേക്കുക. വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. സോളാർ എനർജിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നിരവധി വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓഫ് ഗ്രിഡ് സിസ്റ്റംസ്, ഓൺ ഗ്രിഡ് സിസ്റ്റംസ്, ഹൈബ്രിഡ് സിസ്റ്റംസ് ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ നമുക്കറിയാം KSEBിയുടെ പുതിയ റെഗുലേഷൻസ് ഒക്കെ പ്രകാരം ഓൺ ഗ്രിഡ് സിസ്റ്റം 5 കിലോവാട്ടിന് മുകളിലുള്ള സിസ്റ്റംസിനൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും അത് തീരുമാനമൊന്നും ആയിട്ടില്ല. നിലവിൽ അതിന്റെ കണക്കെടുപ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്നു, തെളിവെടുപ്പൊക്കെ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അത് വെയിറ്റ് ചെയ്തിരുന്ന് തന്നെ കാണാം. ഇപ്പോൾ വീടുകളെ സംബന്ധിച്ച് ഒരു 5 കിലോവാട്ട് വരെയുള്ള സിസ്റ്റംസ് ചെയ്യുന്നതിന് വലിയ പ്രയാസം ഉണ്ടാകാൻ വഴിയില്ല. പിന്നെ 3 കിലോവാട്ട് മുകളിലുള്ള സിസ്റ്റങ്ങളിൽ ബാറ്ററി ബാങ്ക് അല്ലെങ്കിൽ ബാറ്ററി സ്റ്റോറേജ് 30% ആക്കുന്ന നിയമമൊക്കെ വരുന്നുണ്ട്. അതിപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ സമീപഭാവിയിൽ എന്തായാലും വരാൻ സാധ്യതയുള്ള നിയമങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കണം. എന്തായാലും നമുക്ക് ഒരു പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഒരു 5 വർഷമൊക്കെ ഉപയോഗിക്കാൻ സാധിച്ചാൽ തന്നെ നമ്മുടെ മുടക്കുമുതൽ നമുക്ക് ഏകദേശമൊക്കെ ഒന്ന് ഈവനാക്കി എടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ബ്രേക്ക് ഈവനിലേക്ക് വരാൻ പറ്റും. എനിവേ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ നല്ലൊരു സോളാർ അല്ലെങ്കിൽ ഒരു റിന്യൂവബിൾ എനർജി സോഴ്സിൽ നിന്ന് പൊല്യൂഷൻ ഇല്ലാതെ വൈദ്യുതി ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്തിടുക എന്നുള്ളതാണ് ബേസിക്കലി നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ ഇതിന് വരുന്ന സാമ്പത്തിക വശം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ മുന്നോട്ട് ഹൈബ്രിഡ് സിസ്റ്റംസ് ബാറ്ററി നിർബന്ധമൊക്കെ ആക്കി കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഇതൊരു ഫീസിബിൾ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ കുറച്ച് ഓഫ് ഗ്രിഡിലോട്ടൊക്കെ മാറേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ലിഥിയം ഫെറോഫോസൈറ്റ് ബാറ്ററികളൊക്കെ വളരെ പോപ്പുലറായി വന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് പഴയ പോലെ വലിയൊരു തലവേദന പിടിച്ച പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ നമുക്കില്ല. ഒത്തിരി ആൾക്കാർ ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് 10 കിലോവാട്ട് വരെയുള്ള സിസ്റ്റംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ സാമ്പത്തിക വശവും അതുപോലെ തന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങളുടെ അനുസരിച്ചാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. ഇനിമേ ഇപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന 590 വാട്ട്സിൻ്റെ 9 സോളാർ മോഡ്യൂൾസ് ആണ്. ഇത് നമ്മുടെ UTL സോളാറിൻ്റെ ടോപ്പ് കോൺ ബൈഫേഷ്യൽ ഗ്ലാസ് ടു ഗ്ലാസ് വരുന്ന മോഡലാണ്. 35 mm ആണ് ഫ്രെയിം തിക്നെസ് വരുന്നത്. ഇവിടെ അല്പം ഹെവി ആയിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സൈറ്റ് കണ്ടീഷൻസ് മാറുന്നതിനനുസരിച്ച് സ്ട്രക്ചറിൻ്റെ കോസ്റ്റ് മാറാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ ചുറ്റുവട്ടങ്ങളിലെ കുറച്ച് മരങ്ങളുടെയൊക്കെ ശല്യം ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ ഒരു സ്ലോപ്ഡ് ആയിട്ടുള്ള റൂഫായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഏറ്റവും ഹൈറ്റുള്ള കാലിൻ്റെ പൊക്കം എന്ന് പറയുന്നത് ഒരു 15 അടിയോളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പൈപ്പുകളൊക്കെ കൂടുതലായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ കോസ്റ്റ് വൈസ് അങ്ങനെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു ഫിക്സഡ് റേറ്റിൽ ഒരിക്കലും ഈ സോളാർ സിസ്റ്റത്തിൻ്റെ കോസ്റ്റ് പറയാൻ സാധിക്കാത്തത്. ഹൈറ്റ് കൂടുന്നതനുസരിച്ച് സപ്പോർട്ടുകൾ കൂടുതൽ കൊടുക്കേണ്ടി വരും, ലേബർ ചാർജ് കൊടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എന്തായാലും നമുക്ക് ആവറേജ് ഡെയിലി ഒരു 20 മുതൽ 28 യൂണിറ്റ് വരെയൊക്കെ പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. അതിൽ നെറ്റ് മീറ്റർ വെച്ച് സിസ്റ്റം കണക്റ്റഡ് ആയിട്ടുണ്ട്. 590 വാട്ട്സിൻ്റെ 9 പാനലുകളാണ്. ടോപ്പ് കോൺ ബൈഫേഷ്യൽ ഗ്ലാസ് ടു ഗ്ലാസ് വരുന്ന മോഡലാണ്. UTL സോളാർ ബാൻഡിങ്ങിൽ വരുന്നതാണ്. നോൺ DCR പാനലുകളാണ്. നോൺ DCR പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള രീതിയിൽ ഇത്തരത്തിൽ 5.3 കിലോവാട്ട് സിസ്റ്റംസ് ഒക്കെ 2.30 മുതൽ അതായത് 2,30,000 രൂപ മുതലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. സൈറ്റ് കണ്ടീഷൻസ് വലിയൊരു ഫാക്ടറാണ്. അത് നമുക്ക് 2,75,000 രൂപ വരെ കോസ്റ്റ് കൂടാൻ സാധ്യതയുണ്ട്. അത് സൈറ്റ് കണ്ടീഷൻസ് മാറുന്നതനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന സ്ട്രക്ചർ, പാത്ത് വേ, അതുപോലെ ലാഡർ, പിന്നെ വർക്കിന്റെ ഒരു ക്വാളിറ്റി, അതിന്റെ എത്ര ലേബേഴ്സ് അല്ലെ എത്ര ലേബർ വേണ്ടി വരും, അതിൻ്റെയൊക്കെ അനുസരിച്ച് ടോട്ടൽ കോസ്റ്റ് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫിക്സഡ് കോസ്റ്റിൽ ഒരിക്കലും ഓൺ ഗ്രിഡ് സിസ്റ്റംസിന് ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് പറയാൻ സാധിക്കില്ല. സബ്സിഡിയിൽ ഉപയോഗിക്കുന്ന DCR പാനലുകളെക്കാളും വിലയിൽ നോൺ DCR പാനലുകൾക്ക് കുറവുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആക്ച്വലി ഒരു 5 കിലോവാട്ട് തൊട്ടുള്ള പ്ലാന്റുകൾ നോൺ സബ്സിഡി പ്രൊജക്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ പ്രീമിയം രീതിയിൽ വർക്ക് തീർക്കാനായിട്ടും. നമുക്ക് വർക്കിന് ഒരു ഫ്രീഡം ഉള്ളതും അതെ, നമുക്കൊരു വിത്തിൻ 3 ഡേയ്സിലൊക്കെ കമ്മീഷൻ ചെയ്തെടുക്കാൻ സാധിക്കും. മറ്റ് രജിസ്ട്രേഷനുകളോ സബ്സിഡിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സബ്സിഡിയുടെ എമൗണ്ട് തന്നെ ഡിസ്കൗണ്ട് ആയിട്ട് തന്നെ നമുക്ക് ഇനിഷ്യലി തന്നെ നേടാവുന്നതാണ്. ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് 20-ന് മുകളിൽ ഈസി ആയിട്ട് പ്രൊഡക്ഷൻ സാധ്യമാവുന്നതാണ്. നമ്മൾ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്ത സ്ഥലങ്ങളൊക്കെ 25-ന് മുകളിലൊക്കെ നല്ല വെയിലുള്ള ദിവസങ്ങളിൽ ആവറേജ് പ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ ഓരോ സ്ഥലത്തെ ഹ്യൂമിഡിറ്റി ഡീറ്റെയിൽസ് ഒക്കെ അനുസരിച്ച് വ്യത്യാസപ്പെടാം. പല കണ്ടീഷൻസിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഇൻസ്റ്റലേഷൻ പ്രോസസ്സുകൾ കാണാനായിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ പ്രൊസീജിയറുകൾ വാച്ച് ചെയ്യാനായിട്ട് JK സോളാർ സൊല്യൂഷൻസ് എന്നുള്ള ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക. മുൻപ് പറഞ്ഞാൽ തന്നെ വളരെ ഹെവി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. നമുക്ക് ഏകദേശം നല്ലൊരു കോസ്റ്റ് സ്ട്രക്ചറിന് തന്നെ ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ 5 മീറ്ററിന് എബോ നമുക്ക് വടക്ക് സൈഡിലെ കാലിന് ഹൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഒരു 3 മീറ്റർ ഹൈറ്റ് സൗത്ത് സൈഡിലെ ലെഗിനും വരുന്നുണ്ട്. ഇത്തരത്തിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈറ്റ് കണ്ടീഷൻസ് മാറുന്നതനുസരിച്ച് കോസ്റ്റ് മാറാൻ സാധ്യതയുണ്ട്.
ഉയരത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഇൻസ്റ്റലേഷൻ പ്രൊസീജിയേഴ്സ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാറ്റ് പിടിക്കാൻ, അതുപോലെ തന്നെ പാനലുകൾ ഡാമേജ് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ സ്ട്രെങ്തൻ ചെയ്ത് വേണം നമ്മൾ സ്ട്രക്ചർ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ പാനലുകൾ മൗണ്ട് ചെയ്യാനായിട്ടും. സ്ട്രക്ചറിൽ എന്തെങ്കിലും കോട്ടൺ തട്ടിക്കഴിഞ്ഞാൽ പാനലുകൾക്ക് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ കെയർഫുൾ ആയിട്ട് നടത്തേണ്ട ഒരു ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇൻസ്റ്റലേഷൻ പ്രാക്ടീസസ് ചെയ്ത് പരിചയമുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ധാരണയുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ വേണം നമ്മൾ ഇൻസ്റ്റലേഷൻസ് പൂർത്തിയാക്കാനായിട്ട്. ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ സെറ്റപ്പ് ആണ് കാണുന്നത്. ഇവിടെ 5 കിലോവാട്ട് ഈസ്റ്റ്മാൻ ബ്രാൻഡിങ്ങിൽ വരുന്ന ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ ആണ്. ഇതിൽ നമുക്ക് 6500 വാട്ട്സ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കൃത്യമായിട്ടുള്ള എർത്ത് ബെഞ്ചുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കോപ്പർ എല്ലാം 10 SWG ബെയർ കോപ്പർ ആണ്. ഇതിന് ഡാറ്റ ഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് വാച്ച് ചെയ്യാൻ സാധിക്കും. ഇതിൽ 6500 വാട്ട്സ് വരെയാണ് DC മാക്സിമം ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്നത്. 6 സ്ക്വയർ എമ്മിൻ്റെ XLPE റേറ്റഡ് ആയിട്ടുള്ള DC കേബിൾസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാവൽസിൻ്റെ തന്നെ DC DB AC DBകൾ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. SPD അതുപോലെ DC MCBകൾ AC MCB എല്ലാം തന്നെ ഹാവൽസ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആയിട്ടുള്ള എർത്ത് ചേമ്പറുകൾ കൊടുത്ത് 4 ഫീറ്റ് എർത്തിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എർത്ത് വാല്യൂ ഒക്കെ കറക്റ്റ് ആണ്. പക്കായിട്ടുള്ള എർത്ത് വാല്യൂ കിട്ടുന്നുണ്ട്. നല്ല മണ്ണ് അല്ലെങ്കിൽ മണ്ണിൻ്റെ റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് നോർമൽ എർത്തിങ് മതിയാവും. ഇനി എർത്ത് റെസിസ്റ്റൻസ് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് എർത്ത് റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചുള്ള എർത്തിങ്ങുകൾ ഡബിൾ ചെയ്യുക, പാരൽ ചെയ്യുകയുള്ള രീതികൾ ചെയ്യേണ്ടി വരും. നല്ല ക്ലൗഡി ആയിട്ടുള്ള ഒരു ഡേ ആണ്. നമുക്ക് ഓൾമോസ്റ്റ് ഈ ദിവസത്തെ പ്രൊഡക്ഷൻ ഇവിടെ വാച്ച് ചെയ്യാവുന്നതാണ്. പാനലിൽ നിന്നുള്ള വോൾട്ടേജ് കാണാം. PV1 ടോട്ടൽ 635 വാട്ട്സ് കിട്ടുന്നത്. നല്ല ക്ലൗഡിയാണ്, മഴക്കാറ് കയറുന്ന സമയമാണ്. നമുക്ക് നല്ല വെയിലുള്ള സമയങ്ങളിൽ 4000 വാട്ട്സിന് മുകളിൽ ഇവിടെ വാട്ട്സ് കാണിക്കുന്നതാണ്. സീക്കർവ് 32 ആംപിയർ AC MCB കൊടുത്തിട്ടുണ്ട്. 2 പോൾ MCB ആണ്. അതുപോലെ തന്നെ ഒരു ടൈപ്പ് 2 SPD പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. DC സൈഡിലേക്ക് വന്നാൽ ആ രീതിയിൽ തന്നെ ഒരു DC SPD അതുപോലെ തന്നെ 20 ആംപിയറിൻ്റെ DC MCB കൊടുത്തിട്ടുണ്ട്. 32 ആംപിയറിൻ്റെ DC ഫ്യൂസും കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ആവറേജ് വെയിലുള്ള ദിവസങ്ങളിൽ 20 മുതൽ 28 യൂണിറ്റ് വരെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റ് ആണിത്. കറണ്ട് ബില്ല് 5000 മുതൽ 10000 രൂപ വരെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് വളരെ കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കൺസൾട്ടേഷന്, സോളാർ കൺസൾട്ടേഷനൊക്കെ ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അപ്ഡേഷനായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.